മാർഷവും അതുപോലെ തന്നെ മുഖ്യ അതിഥിയുമായിട്ടുള്ള സീനിയർ ചേംബർ നാഷണലിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സീനിയർ എം പി വേണുഗോപാൽ സാർ, വേദിയിലിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന മറ്റ് ക്ലബ്ബുകളിൽ വന്നിട്ടുള്ളവരുണ്ട്, അതുപോലെ മറ്റ് ലീജിയനിൽ വന്നിട്ടുള്ളവരുണ്ട്, നമ്മുടെ ഈ ലീജിയനിലെ അംഗങ്ങളുണ്ട്. ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്തിരി കുറ്റബോധമുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് വേണമല്ലോ. നമ്മളിത് രണ്ടാമത്തെ ഇൻസ്റ്റലേഷൻ ആണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പലരും വിചാരിക്കുന്നത് കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്, ഈ വർഷം രണ്ടാമത്തെ ഇൻസ്റ്റലേഷൻ ആണെന്ന് വിചാരിക്കുന്നതൊന്നുമല്ല. എനിക്ക് തോന്നുന്നു 2022 തുടങ്ങിയതാണ്, ലാസ്റ്റ് സെക്കൻഡ് ഹാഫിൽ തുടങ്ങിയതാണ്. കോവിഡിന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് നമ്മൾ തുടങ്ങുന്നതാണ്. ഇവിടെ ഇരുന്നാണിത് പലപ്പോഴും പലരായിട്ട്, അത് വർഗീസ് വൈദ്യ സാറായിട്ടും ഭരതദാസാണെങ്കിലും അതിനു മുമ്പ് ഇരുന്നവരൊക്കെ, ഇത് 1982 തുടങ്ങിയൊരു JC പ്രസ്ഥാനമാണ്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്നവർ പലരും പിന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയവർ, അതുപോലെ നാഷണൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയവരൊക്കെ ഉണ്ടായിരുന്നു. അവര് ഈ ബന്ധം വെച്ചു. അപ്പൊ അന്നും ചേർന്നവരിൽ ഇപ്പോഴും ചാർട്ടർ മെമ്പേഴ്സ് ആയിട്ട് തുടരുന്നവർ നമ്മുടെ പ്രിയപ്പെട്ട റോബിൽ ഉൾപ്പെടെ, PD ആന്റണി ഉൾപ്പെടെ ഉണ്ട്, ഞാൻ ഉൾപ്പെടെ ഉണ്ട്. പലരും പറഞ്ഞപ്പോഴും പൊതുമത്തിന്റെ പ്രത്യേകത ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം. ഒരു 10-23 ആക്റ്റീവായിട്ടുള്ള ക്ലബുകളുണ്ട്, രജിസ്റ്റേർഡ് സൊസൈറ്റീസ് ഉണ്ട്. ഈ JCസിലുള്ളവര് തന്നെ അതിൽ മിക്കവാറും എല്ലാത്തിലും അംഗങ്ങളുമാണ്. നമുക്കൊക്കെ അറിയാവുന്നത്. ഞാനും പോലും ഒരു ക്ലബ് ഒഴിച്ച് എല്ലാത്തിനും ഞാനും അംഗമാണ്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർവൈസ് വി ആർ എൻഗേജ്, നല്ല എൻഗേജ്ഡ് ആണ് നമ്മൾ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പുറം കാണുന്നത്. അത് എന്റെ ചാർട്ടർ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ JCI കോതമംഗലത്തിന്റെ ചാർട്ടർ പ്രസിഡന്റ് തന്നെയാണ്. ഇവിടുത്തെ 90% ആൾക്കാരും അവിടെ മെമ്പേഴ്സ് ആയി. പിന്നെയാണ് അത് അങ്ങനെ ഒരു വേറെയാക്കി പോയത്. അത് പറഞ്ഞു വരുന്ന ഇപ്പൊ കോവിഡ് വന്നപ്പോഴുണ്ടായിരുന്ന ആലസ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനു മുമ്പും ഒക്കെ ഇങ്ങനെ ഒരു സീനിയർ ചേംബർ ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങും. പലപ്പോഴും JCIയുടെ നാഷണൽ കൺവെൻഷന് പോകുന്ന സമയത്ത് ഇവിടെ നമ്മളുടെ സീനിയേഴ്സും അവിടെ ഉണ്ടെന്ന്, ഈ വാസുദേവൻ, വിക്രം, അങ്ങനെ കുറെ പേര് അവിടെ വരും. അവരൊക്കെ അന്ന് അവർക്ക് നിർബന്ധിക്കുമായിരുന്നു. അപ്പൊ അവിടെയൊക്കെ പുതിയതൊക്കെ തുടങ്ങാനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നോ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അങ്ങനെ ആ കോവിഡൊക്കെ കഴിഞ്ഞ് ഒരുമാതിരിയൊക്കെ ആക്റ്റീവായിട്ട് വരുന്ന സമയത്താണ് നമ്മളോട് രഘു കണ്ടവന, നമ്മളുടെ തന്നെ അദ്ദേഹത്തിന്റെ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നൊരു ഷാജി MS ഉണ്ട്. ഷാജി MSനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഷാജി MS നേരെ എൻ്റെ അടുത്തേക്ക് വരും. അപ്പൊ ഞാൻ അന്നുണ്ടായിരുന്ന നിങ്ങളെല്ലാം അങ്ങനെ ഒരു, ഇപ്പൊ ഞാൻ പ്രസിഡന്റ് ആണെങ്കിൽ പോലും എൻ്റെ മുന്നിലിരിക്കുന്ന ഞങ്ങൾ അംഗങ്ങളെല്ലാവരും പ്രസിഡന്റ് അത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ഈക്വൽ ഷെയറിംഗ് ആണ്. ആലോചിച്ചപ്പോൾ ഏതായാലും കുറെ നാളായില്ലേ എന്നാൽ അങ്ങനെ തുടങ്ങാം എന്ന് വിചാരിച്ച് തുടങ്ങാൻ ഇടയായത്. ആദ്യം വിളിച്ച മീറ്റിംഗിൽ 10-15 പേരാണ്. അപ്പൊ നമ്മളൊരു കാര്യം, ഇപ്പൊ JCയിൽ ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ മക്കൾ ഞങ്ങളുടെ പ്രായമായിട്ട് ജൂനിയർ JC ഒക്കെ ആയിട്ട് വന്നിട്ട് പിന്നീട് JC ആവുന്നത്. എന്താ വെച്ചാൽ ഇത് സീരിയസ് ആണ്. അപ്പൊ അന്നുണ്ടായിരുന്നവരുടെ ഒരു ക്ലബിംഗ് ആണ് നടക്കുക, ടുഗദർനെസ് എന്ന് വിചാരിച്ചാൽ നമ്മൾ ആദ്യം ഒരു 10-15-20 പേര് മിനിമം വേണമല്ലോ. 20 തുടങ്ങാന്ന് വിചാരിച്ച് തുടങ്ങിയപ്പോഴും അതേപോലെ JCI കോതമംഗലത്തെ പ്രസിഡന്റ് അനിയുടെ ഉണ്ടായിരുന്നല്ലേ, ഉണ്ടായിരുന്നു, ജീവനൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞു അവർക്കും ഒക്കെ ഒന്ന് മെമ്പേഴ്സ് ആവണം. ഈ ആദ്യമാകുമ്പോൾ നമുക്കറിയാം ചാർട്ടർ മെമ്പർ ആവുക. എന്നാൽ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് വന്ന് 63 പേരെ. I don't think there are any other senior ഇല്ല അല്ലേ. 63 പേരെ തുടങ്ങിയാൽ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ് 61 വെച്ചു. നമ്മൾ പിന്നീട് അപ്പൊ അത് നല്ല ഇൻസ്ട്രക്ഷനൊക്കെ ആയിരുന്നു. അതിനുശേഷം മുതലുള്ള മീറ്റിങ്ങുകൾ, നമ്മുടെ കമ്മിറ്റി മീറ്റിങ്ങുകൾ കൂടി GTO ഒക്കെ പറയുമ്പോൾ ഞണ്ടപ്പൊടിയായിട്ടുള്ള വേണം. പലപ്പോഴും നമ്മൾ പോകാനായിട്ട് പല സ്ഥലത്ത് കണ്ണൂർ നടന്ന പരിപാടി, അല്ലെങ്കിൽ കോഴിക്കോട് നടന്ന കോൺകോഴ്സ്, അല്ലെങ്കിൽ മാഹിയിൽ നടന്ന കൺവെൻഷൻ വിളിക്കുമ്പോൾ പലരും പല അസൗകര്യങ്ങളാണ്. അപ്പൊ എന്നാ പറഞ്ഞിട്ട് അതിനകത്ത് സീനിയേഴ്സ് താഴെ ഉള്ളവരുണ്ട്, ജൂനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ച് മറ്റ് പല ക്ലബുകളിലും വളരെ ആക്റ്റീവാണ്. അപ്പൊ അവർക്ക് പോരൽ നടക്കില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടുത്തെ ടോപ്പോഗ്രഫി വെച്ച് നോക്കുമ്പോൾ അധികം ലീജിയൻസ് ഈ ഭാഗത്തേക്കൊന്നും ഇല്ല. ഇരിങ്ങാലും കൂടെ ഉണ്ട്. ഇരിങ്ങാലും കൂടെയാണ് ഞങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്തത്. ഞങ്ങൾ അറിയുന്ന അന്നാണ്
മനസ്സിലായില്ലോ? അപ്പൊ ഇത് അന്ന് ഇൻസ്റ്റാൾ സെറിമണി നടന്നതായത് അങ്ങനെ സിസ്റ്റം ഉണ്ടായിരുന്നേ വയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം രാജമൂർത്തിയിലേക്ക് വലിയ സൗഹൃദം ഉണ്ടായിട്ട് സൂക്ഷിക്കുന്നയാളാണ്. പിന്നെ ഈ സമീപകാലത്ത് ഇങ്ങനെ വേണു സാർ ഇങ്ങനെ വേണുഗോപാൽ സാർ വിളിക്കും, ഇങ്ങനെ കാര്യങ്ങൾ പറയും, ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ടോൺ ഉണ്ടല്ലോ, ചില ശബ്ദങ്ങളുടെ ആത്മാർത്ഥം പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ആക്റ്റീവാക്കണമെന്ന് മനസ്സിലൊരു ആഗ്രഹം തോന്നും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ പല സ്ഥലത്തേക്ക് വിളിക്കുമ്പോൾ വരുന്നവര് ഞാനും ഉണ്ടാവും. ഇവിടെ നമ്മൾ മാർക്സ് സ്നേഹത്തോടെ വിളിക്കുന്ന PAS ഉണ്ടാവും, ഞാൻ കണ്ണൻ നിന്ന് വിളിക്കുന്ന ഞങ്ങൾ 3 പേരെ ഉണ്ടാവും പോകുമ്പോൾ. വേറെ ആരും പോകാനില്ല. അപ്പൊ പിന്നെ അങ്ങും തോന്നും. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മള് നാഷണൽ കൺവെൻഷൻ വന്നപ്പോൾ ഞാനും ഒക്കെ വിചാരിച്ചു we began with the 63 members. അത് വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ, എന്തെങ്കിലുമൊക്കെ റെഫറൻസ് ഉണ്ടാവുന്നുള്ളൂ. അവിടെ പ്രത്യേകിച്ച് റെഫറൻസും ഉണ്ടായില്ല. ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരുമിച്ചാണെന്ന് വെച്ച് പറയുന്നത്. അങ്ങനെ 61 പേരെ വെച്ചൊരു പുതിയ ചാപ്റ്ററിന്റെ സ്ഥലത്ത് തുടങ്ങിയെന്നുള്ളത് കാര്യം കോൺകോഴ്സിന്റെ സമയത്ത് പല സാർ അത് കൃത്യമായിട്ടൊക്കെ പറഞ്ഞു. പക്ഷെ അല്ലാതെ ഒന്നും ഉണ്ടായില്ല. പിന്നെ പല തിരക്കുകളായി പലതുകൊണ്ട് നടക്കാതെ പോയി. അപ്പൊ വേണുഗോപാൽ സാർ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നി ഞാൻ കൊണ്ടുപോയവരെ പോയാൽ പോലെ എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇപ്പോൾ ജോർജ് പുലിയൊക്കെ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു. ഹെഡ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത് ഞങ്ങളൊക്കെ JCC വിളിക്കുന്നത് DGP എന്നാണ് വിളിക്കുന്നത്. ഞാനൊക്കെ എംബോർമെന്റ് തുടങ്ങുമ്പോൾ കാര്യം അമ്മ കൈകൾ ഇങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ പോകും. പിന്നെ അധികം പരിപാടികളൊന്നുമില്ല. എല്ലാം നമ്മൾ യൂസ് അടയ്ക്കും, എല്ലാം കഴിയും. നാഷണൽ കൺവെൻഷൻ നടന്നാലും റീജിയണൽ കോൺഫറൻസ് നടന്നാലും സോൺ കോൺഫറൻസ് നടന്നാലും പോയി രജിസ്റ്റർ ചെയ്യും. പിന്നെ അതിങ്ങനെ കറങ്ങാൻ പോകും. ഇദ്ദേഹം ഇവിടെ 2002 JCI ഗവൺമെന്റ് പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ആക്റ്റീവായിട്ട് അതിലേക്ക് പോകാൻ തുടങ്ങുന്നതും എല്ലാ നാഷണൽ കൺവെൻഷൻ മെമ്പേഴ്സായിട്ട് പങ്കെടുക്കാനൊക്കെ തുടങ്ങി. ജനറൽ ഞാനത് പറഞ്ഞു വെക്കണമല്ലോ എന്ന് പറഞ്ഞതാണ്. പ്രസിഡന്റ് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴും എന്റെ മനസ്സിൽ തോന്നിയതാണ് ഇങ്ങനെ ഇത് രണ്ടാമത് പ്രസിഡന്റ് ആയിട്ടത് ഒന്ന് ഭംഗിയായിട്ട് ഒരു റിവൈവലാണ്. നമ്മൾ ഈ സെലിബ്രിറ്റി സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് വാർദ്ധക്യം 2ാം ബാല്യം എന്ന് പറയും. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഈ നന്ദി പറയുന്നവന് നന്ദി പറയാൻ ആരും ഉണ്ടാവില്ല. പലപ്പോഴും കണ്ടോ ഓട്ടോടാക്സ് പറയുന്ന എല്ലാവരും ഓട്ടോടാക്സ് പറഞ്ഞാൽ പോകും. ഇവിടെ വെൽക്കം ചെയ്യുമ്പോൾ എല്ലാവർക്കും കണ്ണന് എല്ലാവർക്കും റോസാപ്പൂ കൊടുക്കും. ഈ റോസാപ്പൂ കണ്ണന് കൊടുക്കാനുണ്ടായപ്പോ ഒരാൾ ഓടി വന്ന് കൊടുത്തോണ്ടായിരുന്നു. അതൊരു കോമൺ സെൻസ് പല സ്ഥലത്തും നമുക്ക് നഷ്ടപ്പെട്ടു. അതാണ് ശരിക്കും നമ്മൾ സീരിയസ് ആകുന്നതിന്റെ ഒരു ഗുണവും മധുരവും അത് തന്നെയാണ്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം. തമാശ മാത്രമല്ല, ഞാൻ 45 വർഷമായിട്ട് കോളേജ് അധ്യാപകനാണ്, പ്രിൻസിപ്പളൊക്കെയാണ്. എന്റെ പല സ്ഥലത്തും മോട്ടിവേഷൻ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ എനിക്കിനി പല സ്ഥലത്ത് പറയാം, ഇത് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ചില സൗകര്യങ്ങളുണ്ട്. ആക്റ്റീവായിട്ട് പോകണം. അങ്ങനെ വേണുഗോപാൽ സാറ് നമ്മൾ വിചാരിക്കുന്ന ആളും പറയാം. ഞാൻ ഈ സമയം കുറയ്ക്കുന്നതിന് വേണ്ടി ഇപ്പൊ നീട്ടുന്ന കാര്യം ഇൻട്രൊഡക്ഷൻ അങ്ങനെയൊക്കെ കുറവായിട്ട് പറയാം. അദ്ദേഹം 2021 വൈക്കത്താണ്. വൈക്കം വളരെ ആക്റ്റീവായിട്ട് പോകുന്ന അവിടെ സാധാരണ മെമ്പറായിട്ടുണ്ട്. പിന്നത്തെ വർഷം അദ്ദേഹം ട്രഷറായി, അതിനടുത്ത വർഷം സെക്രട്ടറി ആയി, പിന്നെ അദ്ദേഹം പ്രസിഡന്റായി, 24 പ്രസിഡന്റായി. നേരെ അദ്ദേഹം നാഷണൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായി. വെറുതെ ഇരിക്കുന്നതല്ല. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം ഫോൺ ചെയ്യാൻ. എന്റെ ഫോണിലെ കോൾ ലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 120 മണിക്കൂർ ടോട്ടൽ 119 മണിക്കൂറും എനിക്ക് ഇൻകമിംഗ് കോൾസാണ് വന്നേക്കണേ. ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് വളരെ കുറവ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു പരാജയം. പക്ഷേ നമ്മുടെ പുതുതായിട്ട് ആദ്യത്തിക്കാൻ പോകുന്ന PAS ഒന്നും പറയണ്ടല്ലോ. പക്ഷെ കൃത്യതയും കണിച്ച് എന്നിപ്പോ നമ്മുടെ പ്രിയപ്പെട്ട രാജീവ്ജി പറഞ്ഞു കൃത്യം 8 മണിക്ക് തുടങ്ങണം എന്ന് പറയാൻ കാരണം ഇവിടെ നടക്കുന്ന എല്ലാ മീറ്റിങ്ങിലും ആദ്യം ആ ഒരു പാർലമെന്ററി പ്രൊസീജിയറിൽ പോയിന്റ് ഓഫ് ഓർഡർ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട PAS കാരണം കൃത്യസമയത്ത് തുടങ്ങണം. പക്ഷെ ഇന്നിപ്പോ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് പലരും മഴയൊക്കെ ആയിട്ട് പല സ്ഥലത്ത് പോയിട്ട് വരാൻ താമസിക്കുന്നത്. അങ്ങനെ കൃത്യതയോടെ കാര്യങ്ങൾ കൊണ്ടുപോകും. ഞാൻ അനുഭവപ്പെടുത്തിയത് എല്ലാവരെയും ഫോൺ വിളിച്ചു. ഞാൻ സാധാരണ നമ്മള് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വെറുതെ കിട്ടിയേക്കും. അത് ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പക്ഷെ അങ്ങനെയല്ല. ഹി ലിറ്ററലി കോൾസ് എവരിബഡി. ഒരു ആളെ വിളിക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു ഫോൺ നമ്മൾ പറയാറില്ലേ, ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ അറ്റൻഡ് ചെയ്യുന്നവരെ നമ്മൾ ഒന്നുമില്ലായ്മ നിൽക്കുക. നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. പണ്ടൊക്കെ ലാൻഡ് ലൈൻ ആകുമ്പോൾ അവിടുന്ന് പോകാൻ പോലും പാടില്ല. കാരണം തിരിച്ചും ഫോൺ എടുക്കുന്നത് എങ്ങനെയാണ്, വള്ളിക്ക് ഇത്ര നീളമല്ലേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്ക് നമ്മളൊന്നും നീങ്ങാൻ ചെയ്യാം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും ഫോൺ ചെയ്യുന്നത് ചിലർക്ക് മടിയാണ്. പക്ഷേ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം വിളിച്ചു. പലരും ഇപ്പോഴും ഇതിൽ പറയുന്നത് അദ്ദേഹത്തോട് ഞാൻ വലുതോ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ പുതിയ പ്രസിഡന്റായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഉറപ്പാണ്
എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഒപ്പം നിൽക്കുക. ഒരിക്കലും IPP എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് പ്രോബ്ലം പ്രൊഡ്യൂസർ ഒന്നും അല്ല കേട്ടോ, അതും പറഞ്ഞേക്കാം. കാരണം എനിക്ക് JCI-യിൽ സത്യത്തിൽ ഒരു കാര്യം, ഞാൻ 20 വർഷം അവിടെ സോൺ കമ്പൈൻ ബോർഡ് ഉണ്ടാവും, പക്ഷെ ആക്റ്റീവായിട്ട് എന്നെ കൊണ്ടുവന്ന അദ്ദേഹമാണ്. അപ്പൊ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു, അദ്ദേഹം ഇവിടെ ഈ JCI ഗോതമ്പത്തിന് പ്രസിദ്ധമായ സമയത്ത് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് എന്നെയും കൊണ്ട് റിസ്പോണ്ടിൽ എനിക്ക് വന്ന നമ്മുടെ അതിരപ്പള്ളിയിൽ റിസോർട്ടിലേക്ക് എടുത്ത് എന്നെ കൊണ്ടുപോയിരുന്നു. ഇപ്പൊ ഇവിടെ വരെ പോയി വരാന്ന് പറഞ്ഞു. അങ്ങനെ കണക്കൂട്ടി ചെയ്യുന്നതാണ്. അങ്ങനെ ഒരാളെ നമുക്ക് പ്രസിദ്ധമായിട്ട് ഒത്തിരി സന്തോഷം നമുക്കുണ്ട്. അതുപോലെ വേണുഗോപാൽ സാർ എന്ന് ആലോചിക്കുകയും ഒരാളെന്ന് വരുന്ന കൂടെ നമുക്കറിയാം, നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ഒപ്പം നിൽക്കുന്ന ശക്തിയാണ്, പുറകെ നടക്കുന്നവരല്ല, ചേർന്ന് നടക്കുന്നവരാണ്. 5-6 പേര് വൈക്കത്തുനിന്നിങ്ങനെ വന്നിരിക്കുക എന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്ക് സത്യമാട്ടോ, തമാശ പറയുന്നതല്ല. അതുപോലെ കരിക്കുന്നം, ഞാൻ ഇപ്പൊ തങ്കത്തിന് എനിക്കറിയാം എല്ലാവരും. ഞാൻ അവിടെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ട് അവർ പല പരിപാടിക്ക് എന്നെ വിളിക്കാനും പോയിട്ടും ഒക്കെ ഉണ്ട്. എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. അവര് വരുന്നു എന്ന് പറഞ്ഞ് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അവർക്ക് എല്ലാവരും പറയും ഇവിടെ കോതമംഗലത്തൊന്ന് മീറ്റിംഗ് തീർന്ന് പോകുന്നത് 11 മണിയെങ്കിലും ആവുന്നത്. എന്നിട്ട് ഇനി അങ്ങ് കരിമണ്ണ് തരണം. അത്രയും സ്നേഹത്തോടെ അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ സീനിയർ മെമ്പേഴ്സ്, ജൂനിയർസ് ഒന്നുമില്ല. ഞങ്ങൾ 61 പേര്, നാളെ 61 പേരുണ്ടെങ്കിൽ 61 പേര് നാളെ ഉണ്ടാവും, സംശയമില്ല. വേണമെങ്കിൽ 2 പേരും കൂടുതലുണ്ടാവും. അങ്ങനെ ഒരു സിസ്റ്റം ഇതിനകത്തുണ്ട്. അങ്ങനെ ഒരു സന്തോഷമുണ്ട് എനിക്കായാലും. പിന്നെ ഒത്തിരി തിരക്കുകൾ എനിക്ക് വന്നു ചാടി. അതുകൊണ്ട് പിന്നെ കോളേജ് പുറത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഒട്ടും സമയം എനിക്ക് ചെലവഴിക്കാനും 14 വർഷം പ്രിപ്പയർ ചെയ്തെങ്കിലും അധ്യാപകന്റെ പണി അറിയാലോ. അധ്യാപകൻ രാജിവെച്ചാലും രാജിവൊന്നുമില്ല, അല്ലെങ്കിൽ റിട്ടയർ ചെയ്താലും റിട്ടയർമെന്റ് ഒന്നുമില്ല. ഞാൻ ഇന്നലെ വരെ കോളേജിൽ ഡീലായിരുന്നു. ഇപ്പോൾ മോൻ്റെ കൊച്ച്, മാളുടെ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് പറ്റില്ലാന്ന് നിർത്തിയിട്ട്. അപ്പോൾ എന്നെ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ മീറ്റിംഗ് കൂടി സഹിച്ചതല്ല. അന്ന് തുടങ്ങി 2022 സെക്കൻഡ് ഹാഫിൽ നമ്മൾ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ പോരുമ്പോഴും ആരും മുഖം കറുത്തനോട് ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഒത്തിരി സന്തോഷം എനിക്ക് നൽകുന്നതാണ്. സ്നേഹം കൊണ്ടാണ് എന്നറിയാം. ഞാൻ ആ സ്നേഹം ഉള്ളിൽ ഏറ്റുകൊണ്ട് തന്നെയാണ് ഇനി ഈ സെറമണിയിൽ. ഇപ്പോൾ ശരിക്കും ഈ ഒരു ഫെയർവെൽ മീറ്റിംഗ് സ്പീച്ച് തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ വേറെ ഫെയർവെൽ സ്പീച്ചൊന്നുമില്ല. എല്ലാ സന്തോഷവും ഞാൻ പങ്കുവയ്ക്കുന്നു. അതുപോലെ ചെയർ റെക്കഗ്നൈസസ് പ്രസൻസ് നമ്മളെ സംബന്ധിച്ച് വൈക്കത്തു നിന്ന് വന്ന വൈക്കത്ത് നമ്മളുടെ വൈക്കം പ്രസിഡന്റ് ഉണ്ട്, സീനിയർ ST സുരേഷ് ബാബു, ആദ്യം വേദിയിലേക്ക് വിളിച്ചു. അതുപോലെ തന്നെ വളരെ എമിനന്റ് ആയിട്ടുള്ള പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് അവിടെ ഉണ്ട്, വൈക്കം നന്ദനൻ, റെക്കഗ്നൈസ് ചെയ്യും. അത് എഴുതിയിട്ട് എല്ലാവർക്കും കാണാം. അതുപോലെ റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ രാജേന്ദ്ര സാർ ഉണ്ട്, അത് സ്നേഹത്തോടെ കാണുന്നു. അതുപോലെ NTPCയുടെ സീനിയർ ഓഫീസർ വിശ്വംഭരൻ സാറുണ്ട്, വൈക്കത്തു നിന്ന് വന്നാൽ നോക്കണം. അതുപോലെ സീനിയർ ബാങ്ക് സെക്രട്ടറി ഉണ്ട് അബുജാക്ഷൻ സാറ്, സ്നേഹത്തോടെ കാണുന്നു. അതുപോലെ റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇൻകം ടാക്സിന്റെ നമ്മുടെ ഇവിടെയുള്ള പലരും അറിയുന്നതാണ്, എല്ലാവരും പലരൊക്കെ അറിയുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട വേണുഗോപാൽ സാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരെ സ്നേഹത്തോടെ തന്നെ നമ്മൾ ഇവിടെ കാണുന്നു. പിന്നെ നമ്മുടെ കരിമ്പത്ത് നമ്മുടെ തങ്കച്ചൻ പ്രത്യേകിച്ച് പറയേണ്ട പ്രസിഡന്റ് ഉണ്ട്. പിന്നെ സോയി സെക്രട്ടറി ആണ്, സോയി ജോസഫ്. നിങ്ങൾ എല്ലാവരും നേരത്തെ അറിയുന്നതാണ്. റെക്കഗ്നൈസ് ദ പ്രസൻസ് ഓഫ് സോയി. അതുപോലെ റെക്കഗ്നൈസ് ദ പ്രസൻസ് ഓഫ് ട്രഷറർ ഡോക്ടർ ബാബു, റെക്കഗ്നൈസ് ദ പ്രസൻസ് ഓഫ് ഷിബി. കരിമ്പത്ത് വന്ന എല്ലാവരും ഒത്തിരി സന്തോഷം നമുക്കുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് തൊട്ടടുത്ത് നമ്മളുടെ വലിയൊരു 150ഓളം 150ഓളം വലിയ റെപ്യൂട്ടഡ് ക്ലബ്ബുമായിട്ട് അഫിലിയേഷൻ ഉള്ള ഒരു വലിയ ക്ലബ്ബാണ് കൊറോൺ ക്ലബ്ബ്. വിത്ത് പെർമിറ്റ് റൂം ഫെസിലിറ്റീസ്. 6 കോടി രൂപയുടെ പ്രൊജക്ട് ഉണ്ടാകും. അതിന്റെ പ്രസിഡന്റ് ഉണ്ട്, വി റെക്കഗ്നൈസ് യു ഷാജി കെ മാത്യു. നമ്മുടെ മെമ്പർ കൂടിയാണ്, സന്തോഷമാണ്. അതെ, സെക്രട്ടറി വെരി ആക്റ്റീവ്. ഞാനിവിടെ പല വേദികളിലും പല മീറ്റിങ്ങുകളും പറയാറുണ്ട്. ഞാൻ എൻ്റെ ഒരു മിനിയേച്ചർ എന്ന് പറയാറ്, എൻ്റെ ഒരു ചെറുപ്പകാലത്ത് ഞാനിപ്പോൾ 70 വയസ്സുണ്ട്, എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് ഇപ്പോൾ രൂപേഴ്സ് പറയാറുണ്ട്. രൂപേഴ്സ് അവിടെ സെക്രട്ടറിയാണ്. അതുപോലെ നമ്മുടെ ട്രഷറർ പ്രിയപ്പെട്ട എഴുതോച്ചുമാരി. അതുപോലെ തന്നെ JCI ഗോതമ്പത്തിന്റെ പ്രസിദ്ധ അനി ജോണി ഉണ്ട്, ഇവിടെ എന്തായാലും ഇവിടെ ഒന്നുണ്ടാകും. അതുപോലെ ട്രഷറർ ജീവി കുര്യാക്കോസ് ഉണ്ട്. അതുപോലെ നമ്മുടെ തന്നെ മെമ്പറാണ് കോഴിപ്പള്ളി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ടാക്സി പോളുണ്ട്. അപ്പോൾ നമ്മുടെ JCI ഗോതമ്പത്തിന്റെ ചാർട്ടർ മെമ്പേഴ്സ് എടുത്തിട്ടുണ്ടെന്ന് റോബിൻ സേവർ അവിടെ ഇരിപ്പുണ്ട്, റോബിൻ സേവർ. പിന്നെ നമ്മളുടെ PD ആന്റണി. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സീനിയർ മെമ്പേഴ്സ് തന്നെയാണ്. ഞാൻ വിട്ടുപോയിട്ടില്ല. പോളിയപ്പന്
ഈ ബിൽഡിംഗ് ഇവിടെ ഇങ്ങനെ തീരെ കൂടുതൽ പേര് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ഞാനിവിടെ പ്രസിദ്ധമായിരിക്കുന്ന സമയത്താണ് 97 അല്ലേ, ഞാനിവിടെ പ്രസിദ്ധമായിരിക്കുന്ന സമയത്താണ് ഈ ബിൽഡിംഗ് കൂടെ തീരുന്നത്. അപ്പൊ അന്ന് ഈ ബിൽഡിംഗ് കൂടെ തീരുമ്പോൾ തീർപ്പല്ലോ എന്ന് പറയാൻ പോലെ. അപ്പൊ ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു കൺവീനറായിട്ട് പോളി ഇരിക്കട്ടെ എന്ന് പറയുന്നത്. പോളി മാറ്റും ഇവിടെ ഒരു പ്രത്യേക താല്പര്യം പിന്നെ നമ്മുടെ അച്ഛൻ്റെ അങ്ങനെ പോളി ഉണ്ടായിരുന്നു ബിൽഡിംഗ് അന്നങ്ങ് തീർന്നു വന്ന്. പിന്നെ അതിന് സഹായിച്ച രണ്ടുപേരൊന്നും നമ്മുടെ പ്രിയപ്പെട്ട അഗസ്റ്റിൻ മാഷും നമ്മുടെ അഗസ്റ്റിനും അതുപോലെ തന്നെ കോവിഡ് സൗറാണ്. കാരണം സ്പോൺസറിൽ കൂട്ടി ഞങ്ങളെല്ലാ മെമ്പേഴ്സും കൂടി അന്ന് ഇത് ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കിയത്. BCIക്ക് സാധാരണ അധികം ബിൽഡിങ്ങുകൾ സ്വന്തമായിട്ടില്ലെന്ന് അറിയാം. കുറവരങ്ങോട് പറഞ്ഞാണ് ബില്ലില്ല. അപ്പൊ അങ്ങനെ വന്നത് ഏറ്റവും അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രയും പേര് സത്യത്തിൽ നമ്മൾ സ്നേഹത്തിന് അതുപോലെ പിന്തുണയ്ക്ക് കരുതലിനൊക്കെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തത്